ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രകാശ് മേനോൻ കടന്നു വരുമ്പോൾ നന്ദനാകെ ഞെട്ടിപ്പോകുന്നു. നന്ദൻ: എടാ ചതിയ, നീയോ? പ്രകാശ്: ഞാൻ ചതിയനല്ലല്ലോ, ആര് പറഞ്ഞു? ആ, എന്തായാലും അങ്ങനെയെങ്കിൽ അങ്ങനെ. നന്ദന്റെ മനസ്സിലേക്ക് മീര കൊല്ലപ്പെടുന്ന രംഗങ്ങൾ ഓടിയെത്തുന്നു. പ്രകാശ് അത് ചോദിച്ചുകൊണ്ട് നന്ദനെ ദേഷ്യം പിടിപ്പിക്കുന്നു. നന്ദൻ പറയാണ്: നീ എന്തിനാടാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചു വിട്ടിട്ട് സംസാരിക്കടാ, ആണാണെങ്കിൽ. പ്രകാശ്: നന്ദൻ, നീ ഒന്ന് കൂളാകും. ഞാൻ നിന്റെ ശത്രുവല്ല, മിത്രമാണ്. നന്ദൻ: ഒരിക്കലും നീ എന്നെ മിത്രമായിട്ട് കാണുകയും വേണ്ട. ഞാൻ നിന്നെ അങ്ങനെ തിരിച്ചും കാണത്തുമില്ല. കാരണം നീ ആ പാവം മീരയെ കൊന്നുകളഞ്ഞില്ലേ? അങ്ങനെ താൻ നിരപരാധിയാണെന്ന് പ്രകാശ് നന്ദനോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പ്രകാശ് പറയാണ്: ആര് കൊന്നു? എപ്പോ കൊന്നു? ഞാൻ ഒരിക്കലും മീരയുടെ ജീവൻ എടുത്തിട്ടില്ല. നന്ദൻ: എന്ത്? അത് ഞങ്ങൾ വിശ്വസിക്കണോ? നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ആ പാവം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഇത് കേട്ട പ്രകാശ് പറയാണ്: നന്ദൻ, വിശ്വസിക്ക്. ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മീരയുടെ കൊലയാളി ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇത് കേട്ട നന്ദൻ പറയാണ്: മറ്റാരാ? നീ തന്നെ. പ്രകാശ്: നന്ദൻ, പ്ലീസ് എന്നെ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. മീരയെ ഞാൻ കൊന്നിട്ടില്ല. ഇത് കേട്ട നന്ദൻ: പിന്നെ തെളിവുകളൊക്കെ നിനക്കെതിരായിരുന്നല്ലോ. പ്രകാശ്: അപ്പോൾ പിന്നെ തെളിവുകൾ ദേവിക്ക് നേരെ ഉണ്ടായിരുന്നല്ലോ. ബലരാമനെങ്കിൽ മരിച്ച കേസിൽ സിദ്ധു അങ്കിളും ജയിലിൽ കിടന്നതല്ലേ. അപ്പോൾ തെളിവുകൾ ആർക്ക് വേണമെങ്കിലും ആരുടെ നേരെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ യഥാർത്ഥ സത്യം നമുക്ക് ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണം. പരോൾ കഴിഞ്ഞ് ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടെത്തും. ഇത് കേട്ട നന്ദൻ പറയാണ്: നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ നീ എന്തിനാ കുറ്റസമ്മതം നടത്തിയത്? പ്രകാശ്: അത് എനിക്ക് തോന്നി. പലരും പ്രതിയാകുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ആൾ പ്രതിയാകുന്നതല്ലേ എന്ന്. നന്ദനെ രക്ഷിക്കാനാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന് പ്രകാശ് വ്യക്തമാക്കുന്നുണ്ട്. പ്രകാശ് പറയാണ്: ഒരു കാരണത്താൽ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഞാനാണെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കുറ്റബോധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. നിന്റെ ചോര കൊതിച്ച് ഒരുപാട് പേർ പുറത്തുണ്ടെന്നേ എനിക്കറിയാം. ഇത് കേട്ട നന്ദൻ പറയാണ്: ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. പ്രകാശ്: പിന്നെ എന്തിനാ നന്ദൻ നീ എസ്തപ്പാൻ ചെട്ടിയാരുടെ വീട്ടിൽ മറഞ്ഞിരിക്കുന്നത്? നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ ദേവികയും സിദ്ധു അങ്കിളും എല്ലാവരും ചേർന്ന് ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന സത്യവും അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ രക്ഷകനായി അവതരിച്ചത്. നിന്നെ രക്ഷിക്കാനാ ഞാൻ കൂടെ കൂടിയിരിക്കുന്നത്, അല്ലാതെ ചതിക്കാനോ കൊല്ലാനോ അല്ല. ഇത് കേട്ട നന്ദൻ പറയാണ്: പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനങ്ങളൊക്കെ? പ്രകാശ്: അതൊക്കെ മറ്റാരും തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ്. നീ പറഞ്ഞല്ലോ നിനക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമാണ്. പ്രകാശ് ഗുണ്ടകളോട് നന്ദനെ കെട്ടഴിക്കാൻ പറയുന്നു. കെട്ടഴിച്ച ശേഷം നന്ദൻ അത്ഭുതത്തോടെ പ്രകാശ് എന്ന് വിളിക്കുന്നു. പ്രകാശ് പറയാണ്: മതി നന്ദൻ, ഈ ഒരു വിളി മതി. എന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്തല്ലോ. നന്ദൻ പറയാണ്: എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം. ദേവികയും എല്ലാവരും എന്നെ കാണാതെ ആകെ വിഷമത്തിലായിരിക്കും. പ്രകാശ്: നന്ദൻ പ്ലീസ്, നീ ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്ക്. ഇപ്പോൾ നിന്റെ ജീവിതമാണ് നോക്കേണ്ടത്. അവരൊക്കെ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. എന്തായാലും എൻ്റെ പക്കലാണ് നീ ഉള്ളതെന്നറിഞ്ഞാൽ അവർ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഞാൻ നിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ അടങ്ങിയിരുന്നേ മതിയാകൂ. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഇത് കേട്ട നന്ദൻ പറയാണ്: പ്രകാശ് പ്ലീസ്, ആ ഫോൺ ഒന്ന് തരൂ. പ്രകാശ്: തരില്ല നന്ദൻ, ഞാൻ പറഞ്ഞല്ലോ തരില്ല എന്ന്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ മതിയാവൂ. വെറും 2 ദിവസം മാത്രം, അത് കഴിഞ്ഞ് എന്തുമാകാം. പ്രകാശ് ഗുണ്ടകളോട് നന്ദനെ നന്നായി നോക്കാനും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. യാത്രയിലായിരിക്കുന്ന ദേവികയെ അരുന്ധതി ഫോണിൽ വിളിച്ച് തർക്കിക്കുന്നു. അരുന്ധതി പറയാണ്: എന്താ മേഡം, നന്ദനെ കാണാതായതിൻ്റെ പിന്നിൽ എന്നെയും കൊടുക്കാനാണോ പ്ലാനിങ്? ദേവിക: മേഡത്തിന് ഇപ്പോൾ എന്താ വേണ്ടത്? ഇത് കേട്ട് അരുന്ധതി പറയാണ്: അല്ല, എൻ്റെ നേരെയും അന്വേഷണം വരുന്നുണ്ട്. ദേവിക: എനിക്ക് സംശയമുള്ള എല്ലാവരെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അരുന്ധതി: ഓ, അപ്പോൾ ഒരു മകനെ കാണാതെ പോയതിൻ്റെ വിഷമത്തിലിരിക്കുന്ന അമ്മയാണ് ഞാൻ. ആ പരിഗണന പോലും നീ എനിക്ക് തരുന്നില്ലല്ലോ. ഇത് കേട്ട ദേവിക മറുപടി പറയാണ്:
ഞാൻ ആർക്കും ഒരു പരിഗണനയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ ചെന്ന് കേസ് കൊടുക്കണം. അല്ലാതെ എന്നോടിങ്ങനെ സംസാരിക്കുകയല്ല വേണ്ടത്. എൻ്റെ നന്ദനെ കാണാതായി, ഞാൻ കേസ് കൊടുത്തു, അന്വേഷണം നടക്കുന്നു. ഇനി മേഡത്തിന് എന്ത് അസൗകര്യമുണ്ടെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.